ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ആദ്യത്തെ എവിക്ഷനിലൂടെ പുറത്തായ വ്യക്തിയായി മാറിയിരിക്കുകയാണ് രഞ്ജിത്ത്. ഷോയിലെത്തുന്ന ഓരോ മത്സരാർത്ഥിക്കും അവരുടെ ജീവിതത്തിൽ ഈ ഷോ കാരണം വലിയ മാറ്റങ്ങൾ വരും എന്ന് പ്രതീക്ഷയുണ്ടാവും. മുൻഷി എന്ന പ്രോഗ്രാമിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സ് കവരാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിലും തുടർന്ന് ശ്രദ്ധേയമായ അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. കാലങ്ങൾക്ക് ശേഷമാണ് മലയാളികൾ അദ്ദേഹത്തെ ബിഗ് ബോസിലൂടെ വീണ്ടും കാണുന്നത്. എവിക്റ്റായതിൽ തീർച്ചയായും അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ടുണ്ടാവുമെങ്കിലും ഈ പടിയിറക്കം അഭിമാനത്തോടുകൂടി തന്നെയാണ്. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ലാലേട്ടൻ എവിക്ഷൻ പ്രക്രിയ നടത്തി. ആരോടും കാര്യമായി യാത്ര പറയാതെ അദ്ദേഹം പോകുന്നത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിൽ സംശയം തോന്നിയിട്ടുണ്ടാവും, എന്താണ് ഇങ്ങനെയെന്ന്. ഇന്ന് എപ്പിസോഡിൽ പരാതിപ്പെട്ടിയിലിട്ട മറ്റു മത്സരാർത്ഥികളെക്കുറിച്ചുള്ള പരാതികൾ ലാലേട്ടൻ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. പരാതിപ്പെട്ടിയിൽ രഞ്ജിത്തും ലെറ്റർ ഇട്ടിരുന്നു. എപ്പിസോഡിൻ്റെ അവസാനമാണ് ലാലേട്ടൻ രഞ്ജിത്തിനെ വേദിയിലേക്ക് വിളിപ്പിക്കുന്നത്. പരാതിപ്പെട്ടിയിൽ റെന ഫാത്തിമ രഞ്ജിത്തിനെതിരെ ഒരു പരാതി ഇട്ടിരുന്നു. അത് ലാലേട്ടൻ റെനയെ കൊണ്ട് പറയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ റെനയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചായിരുന്നു കാര്യം. അല്പം വിഷമത്തോടുകൂടിയും വളരെ ശ്രദ്ധയോടുകൂടിയും റെനയുടെ പരാതി കേട്ടതിന് ശേഷം കൂടുതൽ പ്രശ്നങ്ങൾ താൻ കാരണം ഉണ്ടാവണ്ട എന്ന് കരുതിയാണ് ആ കുട്ടിയിൽ നിന്ന് അകലം പാലിച്ചത് എന്ന് രഞ്ജിത്ത് പറഞ്ഞു. അതിനുശേഷം ലാലേട്ടൻ ഒരു കത്ത് എടുക്കുകയാണ്. ഇത് രഞ്ജിത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പരാതിയാണ്, ഏതായാലും ഇതുകൂടി ഞാൻ വായിച്ചു കളയാം. അദ്ദേഹം പരാതി വായിക്കുകയാണ്. ഞാൻ മുൻഷി രഞ്ജിത്ത്. എനിക്ക് ലാൽ സാറിനോട് ബോധിപ്പിക്കാൻ മാത്രം ആരെയും കുറിച്ച് പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ല. മത്സരാർത്ഥികളുടെയും പ്രേക്ഷകരുടെയും കണ്ണിൽ ഒരുപോലെ ഈറനണിയിപ്പിച്ച ഒരു നിമിഷമായിരുന്നു അത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു നല്ല മത്സരാർത്ഥിയാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ആ ഒരു ലെറ്ററിലൂടെ ഒരു നല്ല മനുഷ്യനാണ് താനെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. സദസ്സും ബിഗ് ബോസ് ഹൗസിനകവും എല്ലാം ലാലേട്ടൻ ആ ലെറ്റർ വായിച്ചപ്പോൾ വളരെ നിശബ്ദമായി. ഒരാഴ്ച കൊണ്ട് എന്ത് ഗെയിം കളിക്കാനാണ് ലാലേട്ട? ഒരാളെ പോലും മനസ്സിലാക്കാനുള്ള സമയമായില്ലല്ലോ എന്ന് വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു. സാധാരണ ആദ്യം ഔട്ടാവുന്ന മത്സരാർത്ഥികൾക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാനാവാറില്ല. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചു. ആരോടും പരാതികളില്ലാതെ പരിഭവമില്ലാതെ ഷോയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി. ലാലേട്ടൻ പറഞ്ഞതുപോലെ അഭിമാനത്തോടെ ശിരസുയർത്തി തന്നെ അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോവാം. ഇനി മുതൽ 18 കണ്ടസ്റ്റൻസിൻ്റെ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.